ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അ ചാനൽ. അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പീസ് എന്ന് പറയുന്നത് ഒന്ന് പാലക്കും പനീരും ചേർത്തിട്ടുള്ള ഒരു റൈസും പിന്നെ കൂർഗ് സ്പെഷ്യൽ പാപ്പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റൈസ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊന്ന് ചോറ് വേവിച്ച് മാറ്റി വെക്കണം. ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോന മസൂരി റൈസിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബസ്മതി റൈസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് ബട്ടറും എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാം, ബട്ടറിന് പകരം നെയ്യ് യൂസ് ചെയ്യാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് നല്ല ജീരകം ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി, അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പച്ചമുളക്, ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാലക്ക് ചേർത്ത് കൊടുക്കാം. പാലക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞും ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്ലാൻഡ് ചെയ്തിട്ട് അരച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒന്ന് ഇറങ്ങും. നമ്മുടെ ചീരയിലൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റി വരണം. അതുവരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഈ പാലക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഇതുപോലൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നോട്ടെ. ഈ സമയത്താണ് പനീർ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 200 ഗ്രാം, അതായത് ഒരു പാക്കറ്റിൽ കിട്ടുമല്ലോ നമുക്ക്, ആ ഒരു പനീർ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. പനീറിന് അധികം വേവില്ല, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. ഇടയ്ക്ക് അത് വെന്തോന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പനീർ നല്ല സോഫ്റ്റ് ആവും കേട്ടോ അത് വേകുമ്പം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുക്കായിട്ടുണ്ടെന്നുള്ളത്. ഇത് അധികം സമയം എടുക്കില്ല, ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പനീറൊക്കെ അങ്ങ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിക്കോളും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഞാൻ എങ്ങനെയാണ് ബസ്മതി റൈസ് കുക്കറിൽ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വേവിക്കുന്നത് എന്നുള്ളത് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറേ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചേർക്കാത്തത്, വീഡിയോ ഇടാത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ചോറ് ചേർത്തതിന് ശേഷം ഇതിനാവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിനകത്ത് വേറെ എരിവോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരുപാട് വേണ്ട, കാരണം ആ ഒരു കുരുമുളകിൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ നേരം ഒന്ന് ചൂടാക്കി എടുക്കുക. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നോട്ടെ. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ സോയാ സോസും പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിൽ സോസ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. കുറച്ച് കളർ കിട്ടും. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. മല്ലിയില എന്തായാലും ചേർക്കണേ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡിയാണ്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. മൈൽഡ് സ്പൈസി ആയിരിക്കും. അതേപോലെ ചില്ലി ഫ്ലേക്സ് ഞാൻ പറഞ്ഞില്ലേ, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. സോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഞങ്ങളുടെ വീട്ടിൽ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റമുകളിൽ ഒന്നാണ് ഈ പാപ്പുട്ട്. ഇത് കൂർഗ് സ്പെഷ്യലാണ്. നമ്മുടെ പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പാല്, പശുവും പാലാണ്. കൂടെ 1/2 കപ്പ് പച്ചവെള്ളവും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ 1/4 കപ്പോളം തേങ്ങ ചിരകിയത്. ഇത്രയും ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതങ്ങ് മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പുട്ടുപൊടി വെള്ളവും പാലും ഒക്കെ ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടാവും. അത്യാവശ്യം കട്ടിയായിട്ട് ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഈ സമയത്ത് കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കണം. നമുക്കൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് ലൂസല്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടും അല്ല, നടുക്ക് നിൽക്കുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൽ ഒരു 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അതായത് നിങ്ങൾക്ക് തോന്നുമല്ലോ, ആ കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് ചേർക്കാം. പക്ഷേ പാലാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടുന്നത്. അതുകൂടി ചേർത്ത് നമ്മൾ മാറ്റി വെക്കുക. ഇനി ഒരു പ്ലേറ്റ് ഗ്രീസ് ചെയ്തെടുക്കണം. നെയ്യ് വേണം, നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. പക്ഷേ നെയ്യാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പം നെയ്യ് വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്ത പ്ലേറ്റിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും പാലൊക്കെ എത്തുന്ന രീതിയിലായിക്കോളും. പിന്നെ ഇതൊരു ഓപ്ഷനിലാണ് കേട്ടോ, കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. മുകളിലായിട്ട് കുറച്ച് തേങ്ങ ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അത് നമ്മൾ ആദ്യത്തെ ബൈറ്റിൽ തന്നെ തേങ്ങയുടെ ആ ഒരു റിച്ച്നെസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല
നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി ഇതൊരു 10 to 15 മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂർഗ് സ്പെഷ്യൽ പാപ്പുട്ടി റെഡിയാണ് കേട്ടോ. ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ നല്ല എരിവുള്ള ഒരു കറി ഉണ്ടെങ്കിൽ നല്ല കോംബോ ആണ് കേട്ടോ. ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി അതല്ല വെറുതെ കഴിക്കാനാണെങ്കിൽ കുറച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയാണെങ്കിൽ കുറച്ച് സ്വീറ്റ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ടാറ്റാ.